ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ഡേ ആണ്, വേൾഡ് റെഫ്യൂജി ഡേ, അന്താരാഷ്ട്ര അഭയാർത്ഥി ദിനം. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ മാസം 20 വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ട് ആചരിക്കുന്നു. ലോകത്തുടനീളമുള്ള അഭയാർത്ഥികളെ സ്മരിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് റെഫ്യൂജി ഡേ. 2020 വേൾഡ് റെഫ്യൂജി ഡേയുടെ പ്രമേയം എവറി ആക്ഷൻ കൗണ്ട്സ് എന്നാണ്. അപ്പോൾ വേൾഡ് റെഫ്യൂജി ഡേ ഏത് ഓർഗനൈസേഷനാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്രസഭയാണ്. 2020 പ്രമേയം എവറി ആക്ഷൻ കൗണ്ട്സ് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇൻ്റർനാഷണൽ ഡേ ആണ്, വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ. സിക്കിൾ സെൽ എന്നുള്ളത് ഒരു ബ്ലഡ് ഡിസോർഡറാണ്. എല്ലാ വർഷവും ജൂൺ മാസം 19 വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. മാതാപിതാക്കളിൽ നിന്നും അവരുടെ മക്കളിലേക്ക് പടരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് സിക്കിൾ സെൽ ഡിസോർഡർ എന്ന് പറയുന്നത്. രക്തത്തിലെ RBCയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് സിക്കിൾ സെൽ. ഇപ്പോൾ സിക്കിൾ സെൽ അവയർനെസ് ഡേ എന്നാണ് ആചരിക്കുന്നത്? ജൂൺ മാസം 19. ഈ ഡിസീസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിവസം സിക്കിൾ സെൽ അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ കൂടുതലായിട്ട് സിക്കിൾ സെൽ ഡിസോർഡർ ഉള്ളവർ കാണപ്പെടുന്നത് സൗത്ത് ഗുജറാത്തിലും അതുപോലെ നോർത്ത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, വെസ്റ്റേൺ ഒഡീഷ ഭാഗങ്ങളിലാണ്. വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ജൂൺ മാസം 19, വേൾഡ് റെഫ്യൂജി ഡേ ജൂൺ മാസം 20. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്, ഇൻ്റർനാഷണൽ യോഗ ഡേ. എന്നാണ് ആചരിക്കുന്നത്? ജൂൺ മാസം 21 തീയതിയാണ് അന്തർദേശീയ യോഗാ ദിനം നമ്മൾ ആചരിക്കുന്നത്. മനുഷ്യനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ യോഗ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു അവയർനെസ് എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യോഗ ഡേ നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത്. 2014 യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിക്കുകയും 2015 മുതൽ വേൾഡ് വൈഡായിട്ട് ഇൻ്റർനാഷണൽ യോഗ ഡേ എല്ലാ വർഷവും ജൂൺ മാസം 21 ആചരിച്ചു തുടങ്ങുകയും ചെയ്തു. 2020 യോഗ ഡേയുടെ പ്രമേയം യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം എന്നാണ്. യോഗ എന്ന സംസ്കൃത പദത്തിന് അർത്ഥം തന്നെ ടു ജോയിൻ ഓർ ടു യുണൈറ്റ് എന്നാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ഡേ ആണ്, ജൂൺ 21 നമ്മൾ ആചരിക്കുന്ന ഇൻ്റർനാഷണൽ ഡേ. അതിൻ്റെ പേര് വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ എന്നാണ്. ഭൗമോപരിതലത്തിലെ സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ തുടങ്ങിയവയുടെ സ്ഥാനവും അതുപോലെ അതിൻ്റെ വലിപ്പവും ആഴവും ഒക്കെ സംബന്ധിച്ച ശാസ്ത്രീയ പഠനമാണ് ഹൈഡ്രോഗ്രഫി. ഈ ദിവസം ഹൈഡ്രോഗ്രഫി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹൈഡ്രോഗ്രാഫേഴ്സിനെ അവരുടെ സേവനങ്ങളെ സ്മരിക്കുന്ന ദിവസമാണ്. 2006 മുതലാണ് ഇൻ്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ ജൂൺ മാസം 21 വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. 2020 പ്രമേയം ഹൈഡ്രോഗ്രഫി എനേബിളിംഗ് ഓട്ടോണോമസ് ടെക്നോളജീസ് എന്നാണ്. അപ്പോൾ 2020 ഹൈഡ്രോഗ്രഫി ഡേയുടെ പ്രമേയം ഹൈഡ്രോഗ്രഫി എനേബിളിംഗ് ഓട്ടോണോമസ് ടെക്നോളജീസ് എന്നാണ്. വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ എന്നാണ് ജൂൺ മാസം 21. ഇൻ്റർനാഷണൽ യോഗ ഡേ ജൂൺ മാസം 21. ഇൻ്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനാണ് എല്ലാ വർഷവും ജൂൺ മാസം 21 വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1921 ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മൊണാക്കോയിലാണ്. ഹൈഡ്രോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ് അലക്സാണ്ടർ ഡാരിമ്പിൾ അവാർഡ്. ഹൈഡ്രോഗ്രഫി മേഖലയിലെ മികച്ച സേവനങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ് അലക്സാണ്ടർ ഡാരിമ്പിൾ അവാർഡ്. ഇത് വിതരണം ചെയ്യുന്നത് UK മിനിസ്ട്രി ഓഫ് ഡിഫൻസും അതുപോലെ UK ഹൈഡ്രോഗ്രാഫിക് ഓഫീസും ചേർന്നാണ്. 2019 അലക്സാണ്ടർ ഡാരിമ്പിൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ നേവൽ ഹൈഡ്രോഗ്രാഫിയിലെ ചീഫ് ഹൈഡ്രോഗ്രാഫറായ വൈസ് അഡ്മിറൽ വിനയ് ബദ്വാറിനാണ്. വിനയ് ബദ്വാറിനാണ് 2019 അലക്സാണ്ടർ ഡാരിമ്പിൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എന്നാണ് വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ? ജൂൺ മാസം 21. അലക്സാണ്ടർ ഡാരിമ്പിൾ അവാർഡ് വിതരണം ചെയ്യുന്നത് UK മിനിസ്ട്രി ഓഫ് ഡിഫൻസും അതുപോലെ UK ഹൈഡ്രോഗ്രാഫിക് ഓഫീസും ചേർന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇൻ്റർനാഷണൽ ഡേ ആണ്, വേൾഡ് മ്യൂസിക് ഡേ, ലോക സംഗീത ദിനം. അതും ജൂൺ മാസം 21 തീയതിയാണ് നമ്മൾ ആചരിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ താളക്രമം ചിട്ടപ്പെടുത്തുന്നതിൽ സംഗീതത്തിന് ഉള്ള സ്ഥാനം വളരെ വലുതാണ്. 1981 വേൾഡ് മ്യൂസിക് ഡേ ആചരിച്ചു തുടങ്ങിയത്. ഇതിന് തുടക്കം കുറിച്ചത് ഫ്രാൻസിലെ പൊളിറ്റീഷ്യനായ ജാക്ക് ലാങ്ങും അതുപോലെ മ്യൂസീഷ്യനായ മൗറിസ് ഫ്ലൂററ്റും ചേർന്നാണ്. അപ്പോൾ വേൾഡ് മ്യൂസിക് ഡേ എന്നാണ്? ജൂൺ മാസം 21. വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ജൂൺ മാസം 21. ഇൻ്റർനാഷണൽ യോഗ ഡേ ജൂൺ മാസം 21. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ്, പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്ക് ട്രേഡ്. ഇത് ലഭിച്ചിരിക്കുന്നത് നൊബേൽ സമ്മാന ജേതാവായ ഇന്ത്യക്കാരൻ കൂടിയായ അമർത്യ സെന്നാണ്. ആഗോള നീതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ റിസർച്ചിനും പഠനത്തിനുമാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്.
പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്ക് ട്രേഡ് എന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ്. ജർമ്മനിയിലെ ജർമ്മൻ ബുക്ക് പബ്ലിഷേഴ്സിൻ്റെയും ബുക്ക് സെല്ലേഴ്സിൻ്റെയും ഓർഗനൈസേഷനാണ്, അവരുടെ അസോസിയേഷനാണ് ഇങ്ങനൊരു പുരസ്കാരം എല്ലാ വർഷവും വിതരണം ചെയ്യുന്നത്. 1950 മുതലാണ് ഈ പുരസ്കാരം വിതരണം ചെയ്ത് തുടങ്ങിയത്. അമർത്യ സെൻ്റെ ആഗോള നീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുമുള്ള അസമത്വത്തിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്കാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അമർത്യ സെന്നിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 1998 എക്കണോമിക് സയൻസ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് 1998 നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോർട്ടലാണ് സത്യഭാമ, സയൻസ് ആൻഡ് ടെക്നോളജി യോജന ഫോർ ആത്മനിർഭർ ഭാരത് ഇൻ മൈനിങ് അഡ്വാൻസ്മെൻറ്റ്. യൂണിയൻ ഗവൺമെൻറ്റാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഖനന മേഖലയിലെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിനുമാണ് ഇങ്ങനെയൊരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പോർട്ടൽ വഴി നമുക്ക് പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ മോണിറ്റർ ചെയ്യാനും ഫണ്ട്സൊക്കെ യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ പോർട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്ററിൻ്റെ മൈൻസ് ഇൻഫർമാറ്റിക്സ് ഡിവിഷനാണ്. ഈ മേഖലയിലെ ഗവേഷണങ്ങളും പഠനങ്ങളും എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഇങ്ങനൊരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യഭാമ എന്നുള്ളത് ഒരു പോർട്ടലാണ്. ഖനന മേഖലയിലെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായിട്ട് യൂണിയൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു പോർട്ടൽ. കോൾ ആൻഡ് മൈൻസിൻ്റെ മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന യൂണിയൻ മിനിസ്റ്റർ ആരാണ്? ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി, ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ റിസർവ് ബാങ്ക് ഗവർണറായ ശ്രീ ഊർജിത് പട്ടേലിനെ. അപ്പോൾ ഊർജിത് പട്ടേലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ പുതിയ ചെയർമാൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി നിലവിൽ വരുന്നത് 1976 പൊതു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ നയങ്ങളെക്കുറിച്ചുമൊക്കെ ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ പുതിയ ചെയർമാൻ ഊർജിത് പട്ടേലാണ്. നിലവിലെ ചെയർമാൻ വിജയ് ഖേൽക്കറാണ്. ഊർജിത് പട്ടേൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഗവർണറുമായിട്ടൊക്കെ സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. റിസർവ് ബാങ്കിൻ്റെ 24ാമത് ഗവർണറാണ് ഊർജിത് പട്ടേൽ. നിലവിലെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്കിൻ്റെ ശക്തികാന്ത ദാസ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മുംബൈ ആസ്ഥാനമായുള്ള JSW സിമൻറ്റിനെ പറ്റിയാണ്. JSW സിമൻറ്റിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡേഴ്സായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് BCCIയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നായകനുമായ സൗരവ് ഗാംഗുലിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നായകനായ സുനിൽ ഛേത്രിയും. ഇതോടൊപ്പം തന്നെ ഒരു ക്യാമ്പയിനും JSW സിമൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ട് ഒരു ക്യാമ്പയിൻ. അതിൻ്റെ പേര് ലീഡേഴ്സ് ചോയ്സ് എന്നാണ്. ഇതൊരു മൾട്ടിമീഡിയ മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ്. നല്ലൊരു നാളേക്കായിട്ട് ദൃഢമായ അടിത്തറ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ JSW സിമൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ JSW സിമൻറ്റിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡേഴ്സ് ആരൊക്കെയാണ്? സൗരവ് ഗാംഗുലിയും അതുപോലെ സുനിൽ ഛേത്രിയുമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെമ്മോറിയൽ ഡേ ആണ്. 19th ഗ്രേറ്റ് ജൂൺ അപ്രൈസിംഗ് ഡേ എന്നാണ് ആചരിക്കുന്നത്. ജൂൺ മാസം 18-ാം തീയതിയാണ്. മണിപ്പൂരിലാണ് ഗ്രേറ്റ് ജൂൺ അപ്രൈസിംഗ് ഡേ എല്ലാ വർഷവും ആചരിക്കുന്നത്. 2001 ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിൽ ജീവത്യാഗം ചെയ്ത 18 പേരെ സ്മരിക്കുന്ന ദിനമാണ് ഗ്രേറ്റ് ജൂൺ അപ്രൈസിംഗ് ഡേ. മണിപ്പൂരിലെ കെഖ്രാപട്ടിൽ ജീവത്യാഗം ചെയ്ത ഈ 18 പേരെ സ്മരിക്കുകയും അവർക്ക് പുഷ്പാഞ്ജലികളൊക്കെ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണ് ഗ്രേറ്റ് ജൂൺ അപ്രൈസിംഗ് ഡേ. എന്നാണ്? ജൂൺ മാസം 18 മണിപ്പൂരിലാണ് ഇത് ആചരിക്കുന്നത്. മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വരുന്നത് 1972 ജനുവരി മാസം 21-ാം തീയതിയാണ്. മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇംഫാലാണ്. മണിപ്പൂരിൽ ആകെയുള്ള ജില്ലകളുടെ എണ്ണം 16 മണിപ്പൂരിൻ്റെ ഗവർണർ നജ്മ ഹെപ്തുള്ളയാണ്. മണിപ്പൂരിൻ്റെ ചീഫ് മിനിസ്റ്റർ N ഭൈരൻ സിംഗ് ആണ്. മണിപ്പൂരിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റുകളുടെ എണ്ണം 60 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 2 രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 1 അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസസിനെ പറ്റിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലാസിക്കൽ നൃത്തരൂപമായ മണിപ്പൂരി, അതുപോലെ നുപ ഫോക്ക് ഡാൻസ്, അതുപോലെ പങ്ചോളം ഫോക്ക് ഡാൻസ്, ഖംബ തോയ്ബി ഫോക്ക് ഡാൻസ്, ഢോൽ ചോളം ഫോക്ക് ഡാൻസ്. ഇതൊക്കെയാണ് മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനം റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ആശയമാണ് ഫ്ലാറ്റഡ് ഫാക്ടറി മോഡൽ. ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളെ മൾട്ടി സ്റ്റോറേഡ് ഫെസിലിറ്റി
നൽകുന്നത് വഴി മറ്റ് ഇൻഡസ്ട്രീസിന് കൂടുതൽ സ്പേസ് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാ തരത്തിലുമുള്ള ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റിലുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ കരുതുന്നു. ഉദാഹരണത്തിന് IT, ഇലക്ട്രോണിക്സ്, ഗാർമെൻറ്റ്സ് തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മൾട്ടി സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുക്കുന്നത് വഴി ഓട്ടോമൊബൈലും അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രീസിനും കൂടുതൽ സ്പേസ് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു മോഡലാണ് ഉത്തർപ്രദേശ് സർക്കാർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് ഫ്ലാറ്റഡ് ഫാക്ടറി മോഡൽ എന്നാണ്. ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ യോഗി ആദിത്യനാഥാണ്. ഉത്തർപ്രദേശിൻ്റെ ഗവർണർ ശ്രീമതി ആനന്ദിബെൻ പട്ടേലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പേര് TS വെതർ എന്നാണ്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് തെലങ്കാനയിലാണ്. ജനങ്ങൾക്ക് കാലാവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തെലങ്കാന സംസ്ഥാനം ലോഞ്ച് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് TS വെതർ. സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും കാലാവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റിമോട്ട് വില്ലേജിലുള്ളവർക്കും ഈ കാലാവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കാൻ തക്ക രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തെലങ്കാന സംസ്ഥാനം കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് TS വെതർ. തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നത് 2014 ജൂൺ മാസം 2-ാം തീയതിയാണ്. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദ്. തെലങ്കാനയുടെ ഗവർണർ ശ്രീമതി തമിലിസൈ സൗന്ദരരാജൻ. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ ചന്ദ്രശേഖര റാവു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.